IPL അരങ്ങേറിയത് മുതൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സഞ്ജു വി സാംസൺ. ഇന്ത്യൻ ടീമിലേക്ക് എത്തിയപ്പോഴും ആ സ്നേഹത്തിന് യാതൊരു കുറവും തന്നെ വന്നിരുന്നില്ല. പക്ഷേ 10 വർഷമായി ഓരോ മലയാളിയും സ്വപ്നം കണ്ടിരുന്ന ആ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ കടന്നു പോകുന്നത്. ഒരു ബിഗ് സ്റ്റേജിൽ ഇന്ത്യയെ അതിന്റെ പ്രധാന കളിക്കാരനായി വിജയത്തിലേക്ക് എത്തിക്കുക. അതാണ് ഈ ലോകകപ്പിൽ സഞ്ജു സാംസൺ ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ റിഡംഷൻ എന്ന് തന്നെ പറയാം. വലിയ കടമ്പകൾ കടന്നാണ് സഞ്ജു സാംസൺ ഇവിടേക്ക് എത്തിയത്. ഇന്ത്യൻ ടീമിൽ 2016 അരങ്ങേറിയതിനു ശേഷം പലപ്പോഴായി ഡ്രോപ്പ് ചെയ്യപ്പെട്ട താരമാണ് സഞ്ജു വി സാംസൺ. അത് അദ്ദേഹത്തിന്റെ കഴിവുകേട് ഒന്നും കൊണ്ട് തന്നെയല്ല. പലപ്പോഴും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്താലും അദ്ദേഹം എന്നും രണ്ടാം നിരക്കാരനായിട്ടായിരുന്നു ടീം കണ്ടിരുന്നത്. മറ്റു താരങ്ങളെ സൂപ്പർ സ്റ്റാറുകളാക്കാൻ കെട്ടിയിറക്കുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രധാന കരിയർ സമയമായിരുന്നു. പക്ഷെ അവിടെയൊന്നും അദ്ദേഹം തളർന്നില്ല. അവിടെ നിന്ന് തിരിച്ചു വന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി IPL മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രാജസ്ഥാൻ റോയൽസിനെ ഫൈനൽസ് വരെ എത്തിച്ചു. അവിടെ നിന്ന് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക്. ഇന്ത്യക്ക് വേണ്ടി 3 സെഞ്ചുറികൾ T20 നേടുന്ന താരമായി അദ്ദേഹം മാറി. ആദ്യത്തെ വിക്കറ്റ് കീപ്പർ താരം കൂടിയാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. അതിനുശേഷം ഏഷ്യ കപ്പിലും നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. പിന്നീട് ഫോം ഔട്ട് ആയെങ്കിലും അദ്ദേഹത്തിന് T20 ലോകകപ്പിലേക്കുള്ള ക്ഷണം ലഭിച്ചു. പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. പക്ഷേ അതിനു മുമ്പ് നടന്ന ബയലാറ്ററൽ സീരീസിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു. അതോടെ ആദ്യ 11 സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. ലോകകപ്പ് ആരംഭിച്ചപ്പോൾ സഞ്ജു സാംസൺ ബെഞ്ചിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു അവസരം നൽകുമെന്ന് പലരും കരുതിയെങ്കിലും ലഭിച്ചില്ല. പിന്നീട് അദ്ദേഹം ടീമിലേക്ക് എത്തുന്നത് അഭിഷേക് ശർമ്മയ്ക്ക് പരിക്കേറ്റപ്പോഴാണ്. അവിടെയും വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വീണ്ടും ടീമിൽ നിന്ന് പുറത്തേക്ക്. സഞ്ജു ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ടീമിലെടുത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും തന്നെ കോച്ചിനോടോ ക്യാപ്റ്റനോടോ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അവർക്ക് തോന്നണം സഞ്ജു ഇല്ലെങ്കിൽ ഈ ടീമില്ല എന്ന്. അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പരാജയത്തിന് ശേഷമാണ്. അതിനുശേഷമുള്ള മത്സരത്തിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. സഞ്ജു തന്റെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് തിരിച്ചെത്തി. സിംബാബ്വെക്കെതിരെ മികച്ച തുടക്കമാണ് സഞ്ജു സാംസൺ നൽകിയത്. പക്ഷെ അവിടെയും വലിയ സ്കോർ എടുക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞില്ല എന്നതൊരു വിമർശനമായി വന്നുകൊണ്ടിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരം. ഈ മത്സരം പരാജയപ്പെട്ടാൽ ഇന്ത്യ ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക്. രണ്ടാം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 196 റൺസാണ് ചേസ് ചെയ്തത്. പ്രധാന ബാറ്റർമാരെല്ലാം തന്നെ ആദ്യമേ പുറത്തായി. പക്ഷെ ഒരു സൈഡിൽ സഞ്ജു സാംസൺ നിലയുറപ്പിച്ചു. റൺ റേറ്റ് കുറയാതെ അയാൾ സ്കോർ കൊണ്ടുപോയി. അവസാനം ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച് സെമി ഫൈനലിലും എത്തിച്ചു. സെമി ഫൈനലിലും അയാളുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. 89 റൺസ് നേടി നല്ലൊരു അടിത്തറയാണ് ടീമിന് നൽകിയത്. ആ അടിത്തറയുടെ ബലത്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ഫൈനലിലും ആ ഫോം തുടർന്നു. അവിടെയും അയാൾ നേടിയത് 89 റൺസ്. അവിടെ നൽകിയത് ടീമിന് നല്ലൊരു അടിത്തറയായിരുന്നു. അതിന്റെ ഫലമായാണ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അയാൾക്ക് ലഭിച്ചത്. ആലോചിക്കണം, വെറും 5 മത്സരമാണ് ഈ ലോകകപ്പിൽ സഞ്ജു സാംസൺ കളിച്ചത്. പക്ഷെ അയാൾ 321 റൺസ് അടിച്ചുകൂട്ടി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിച്ചത് അയാളാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് അയാളുടേതാണ്. വെറും 5 മത്സരങ്ങൾ ബെഞ്ചിൽ നിന്ന് വന്ന് കളിച്ച താരമാണ് ഈ റെക്കോർഡുകൾ തിരുത്തിയിരിക്കുന്നത്. ഒരു T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇപ്പോൾ സഞ്ജു സാംസൺ ആണ്. 321 റൺസാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം മറികടന്നത് സാക്ഷാൽ വിരാട് കോഹ്ലിയുമാണ്. 10 വർഷമായി സഞ്ജു സാംസൺ കാത്തിരുന്ന സമയം, 10 വർഷമായി സഞ്ജു സാംസനെ സ്നേഹിക്കുന്നവർ കാത്തിരുന്ന സമയം. അതാണ് ഇന്നലെ ആ ലോകകപ്പിൽ നമ്മൾ കണ്ടത്. അതാണ് ഇന്നലെ ആ ഫൈനലിൽ നമ്മൾ കണ്ടത്. ഇനി അയാളുടെ കാലമാണ്. സഞ്ജു സാംസൺ 2.0.